ബ്ലൻഡഡ് ടോക്കിലേക്ക് വെൽക്കം. ഇന്നത്തെ ടോപ്പിക്ക് ബിഗ് ബി ആണ്. ഏത് ബിഗ് ബി എന്നല്ല നിങ്ങൾ ഉദ്ദേശിക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ബിഗ് ബി തന്നെ, നമ്മുടെ മമ്മൂക്കയുടെ അതേ ബിഗ് ബി, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മഹാനടനായ മമ്മൂക്കയുടെ ബിഗ് ബിയെ കുറിച്ച്. അപ്പൊ ഇപ്പൊ ഒരുപാട് മൂവിയൊക്കെ റിലീസ് വരുന്നുണ്ടല്ലേ, മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് മൂവികൾ. ലാലേട്ടന്റെ ഈ അടുത്തിറങ്ങിയ ദേവദൂതൻ, സ്ഫടികം, അതുപോലെ തന്നെ നമ്മുടെ റീസെന്റ് ആയിട്ട് ഇറങ്ങി ചോട്ടാ മുംബൈ, അതൊക്കെ അത്യാവശ്യം തിയേറ്ററിൽ ഓടുകയും ചെയ്തു. അതുപോലെ മമ്മൂക്കയുടെ പാലേരി മണിക്കം, വടക്കൻ വീരഗാഥ, അങ്ങനെ കുറെ പടങ്ങൾ, പഴയ ക്ലാസിക്കുകളും മാസ് ആക്ഷൻ പടങ്ങളും ഒക്കെ റിലീസ് ആയിട്ട് വരുന്നുണ്ടല്ലേ. ഫാൻ ഫൈറ്റ് ഭയങ്കര പ്രശ്നമുണ്ടോ, പണ്ട് മുതലുള്ള ഒരു പരിപാടി ലാലേട്ടൻ മമ്മൂക്ക ഫാൻ ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റീസെന്റ് ആയിട്ട് നമ്മുടെ ചോട്ടാ മുംബൈ, ലാലേട്ടന്റെ ചോട്ടാ മുംബൈ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വൻ ആഘോഷം, അതുപോലെ തന്നെ വൻ വരവേൽപ്പും കിട്ടി. ഇപ്പം ഒരു പറ്റം ആൾക്കാർ, മമ്മൂക്ക ആരാധകരായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചോട്ടാ മുംബൈ റിലീസ് ചെയ്തതിനെക്കാട്ടിലും വലിയ ഓളം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റില്ല മമ്മൂക്കയുടെ ബിഗ് ബി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബി ശരിക്കും റിലീസ് ചെയ്ത ആ വർഷം ആ പടത്തിന് വലിയ പ്രതികരണമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമോ ഒന്നും ലഭിച്ചിട്ടില്ല. അതാണ് ശരിക്കും പറഞ്ഞ സത്യം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമ എന്നൊക്കെ പറയാം. പക്ഷേ ആ സിനിമ വർഷങ്ങൾക്ക് ശേഷം ആണ് ആ സിനിമ ആൾക്കാർ ശ്രദ്ധിച്ചത്. അതുപോലെ തന്നെ അതിന് നല്ല പോസിറ്റീവ് കമൻറ്റുകളൊക്കെ വന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. OTTയിലൊക്കെ ആൾക്കാർ കണ്ട ശേഷമാണ് ആ പടത്തിനെ കുറിച്ച് ആൾക്കാർ വിലയിരുത്തൽ നടത്തിയത്. അന്ന് എന്തുകൊണ്ടാണ് ആ പടത്തിന് ഇപ്പോഴും ഫാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പടത്തിൻ്റെ മേക്കിംഗ് കൊണ്ടാണ്. കാരണം മലയാളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ ഒരു സിനിമ റിലീസായത്. സിനിമോട്ടോഗ്രാഫിയാണ് കേട്ടോ അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം. അമൽ നീരദിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ഡയറക്ഷനും ഒക്കെ അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നേ വരെ നമ്മൾ അങ്ങനത്തെ ഒരു പാറ്റേൺ മേക്കിംഗ് കണ്ടിട്ടില്ലായിരുന്നു. ഭയങ്കര സ്ലോ മോഷൻ ആയിട്ടുള്ള എഡിറ്റിങ്, അതുപോലെ ക്യാമറ വർക്കുകളൊക്കെ ഭയങ്കര വൈഡായിട്ടുള്ള ആംഗിളുകൾ, അതുപോലെ ക്യാമറ നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന മൂഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബി കാണുമ്പോൾ. അങ്ങനെ ഒരു കളർ ടോണാണ്, DI ഒക്കെ അങ്ങനെയാണ് ആ സിനിമയിൽ കളർ ഗ്രേഡൊക്കെ ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് മാത്രമല്ല, മമ്മൂക്കയുടെ ബിലാൽ ജോൺ കുരിശങ്കൽ എന്നുള്ള കഥാപാത്രത്തോടും ബാക്കി അവരുടെ അനിയന്മാരോടും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് അഭിനയിച്ച എല്ലാവരുടെ കഥാപാത്രത്തോടും ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം നമുക്കുണ്ടായിരുന്നു. കാരണം ഒരു മാസ് കഥയായിരുന്നു, മാസ് കഥാപാത്രമായിരുന്നു. ഇതിനൊക്കെ മുകളിൽ ആ പടം ശ്രദ്ധിക്കപ്പെടാൻ കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ സിനിമയുടെ മേക്കിംഗ് ആണ്. കാരണം ആദ്യമായിട്ട് അങ്ങനെ ഒരു മേക്കിംഗ് വന്നപ്പോൾ നമുക്ക് അത് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നി. പക്ഷേ എങ്കിൽ അതിനുശേഷം അതേ മേക്കിംഗ് ആയിട്ടുള്ള സ്ലോ മോഷനും അതുപോലത്തെ ക്യാമറ ആംഗിൾസും അതുപോലെ കളർ ടോണും ഒക്കെ ആയിട്ട് ഒരുപാട് മൂവികൾ വന്നു. അമൽ നീരദിൻ്റെ തന്നെ ഒരുപാട് മൂവികൾ അങ്ങനത്തെ പാറ്റേണിൽ വന്നു. അപ്പം അന്ന് നമ്മൾ ഈ മമ്മൂക്കയുടെ ഈ ഒരു മേക്കിംഗ്, ഈ ഒരു സ്റ്റൈലും ഗെറ്റപ്പ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നീട് അതുപോലെ ഒരുപാട് സിനിമകൾ വന്നു. അപ്പം നമുക്ക് അത് കാണാനുള്ള ഒരു എന്താ പറയുക, രണ്ടാമതൊന്ന് കാണാനുള്ള ഒരു ആ താല്പര്യം എത്രത്തോളം ഉണ്ടാവുന്നതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് ബി വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. അന്ന് ശരിക്കും റിലീസ് ചെയ്ത ടൈമിൽ റിലീസ് ചെയ്ത ആൾക്കാർ പോലും ഇന്ന് വന്ന് കാണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ റിലീസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ടോപ്പായിട്ടുള്ള റിലീസ് മൂവി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയേട്ടനായിരുന്നു. ആ വെള്ളിയേട്ടൻ കാണാനായിട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബി കാണാൻ ആരും വരില്ല. അതാണ് സത്യം. ഒന്ന്, ബിഗ് ബി എന്നുള്ള പടം ഇഷ്ടപ്പെട്ടത് കുറച്ച് യുവാക്കൾ, അതായത് യൂത്ത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫാമിലി ആയിട്ടുള്ള ഓഡിയൻസ് ഒന്നും വന്ന ആ പടമൊന്നും അങ്ങനെ കാണുകയില്ല. അങ്ങനെ അതിന് മാത്രമുള്ള ഒരു സ്ട്രോങ് കഥയോ കാര്യങ്ങളോ ഒന്നും അതിനില്ല. അപ്പം നിങ്ങൾ ഈ രണ്ടാമത് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ പോലും വന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളിയേട്ടൻ കാണുമായിരുന്നു. കാരണം വെള്ളിയേട്ടനൊക്കെ ഫാമിലിക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ള ഒരു മൂവിയാണ്. ആൾക്കാർ ഇടിച്ചു കയറി അത് റിലീസ് ചെയ്തപ്പോൾ അത്രത്തോളം ഓളം ഉണ്ടാക്കിയ ഒരു പടം കൂടെയാണ്. ആ സിനിമ റിലീസ് ചെയ്തിട്ട് തിയേറ്ററിൽ ആൾക്കാർ കയറിയില്ല. അപ്പോൾ പിന്നെ ഈ പറയുന്ന ബിഗ് ബി എന്നുള്ള സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ ഓളം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറും ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മമ്മൂട്ടിയുടെ ബിഗ് ബിയെക്കാട്ടിലും നല്ല റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പടങ്ങളുണ്ട്. ഈ പറയുന്ന മായാവി, അതുപോലെ ഒരു പക്ഷേ രാജമാണിക്യം, ഇതൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ ചോട്ടാ മുംബൈയുടെ നിലവാരത്തിലോട്ട് ആൾക്കാർ ഒന്ന് ഇടിച്ചു കയറുമെന്ന് തോന്നുന്നില്ല. കാരണം ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് മൂവി, ആക്ഷൻ, കോമഡി എല്ലാം നിറഞ്ഞൊരു പടമാണ്. പക്ഷേ എങ്കിൽ അതുപോലെ ഒരുപാട് റിപ്പീറ്റ് വാല്യൂം കൂടെ ഉള്ള പടമാണ് കേട്ടോ. രാജമാണിക്യം റിലീസ് ചെയ്താൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാർ
ഒരു ഇതിൻ്റെ പകുതിയെങ്കിലും ആൾക്കാർ അത് കാണാനായിട്ട് എത്തും. അതുപോലെ തന്നെ മായാവി, അങ്ങനെ കുറേ പഴയ ഹിറ്റ്ലർ, അങ്ങനെ കുറേ സിനിമകളൊക്കെ ഉണ്ട്, അടിപൊളി മൂവി ഉണ്ട്. അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് റിലീസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ബിഗ് ബി ഒന്നും റിലീസ് ചെയ്തുകൊണ്ട് ആരും ഒന്ന് കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം അത് അത്രത്തോളം ഈ പറയുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയുന്നുള്ളൂ, ആരും തിയേറ്ററിലോട്ട് വന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് കൊണ്ട് ഒരിക്കലും ആരും വന്ന് കയറി കാണുകയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്നത്. നിങ്ങൾ നല്ല സ്ക്രിപ്റ്റും കൂടെ ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കൂടെ അതിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ ബിലാൽ ഇപ്പം ഈ ലാസ്റ്റ് വന്ന ലാലേട്ടന് തുടരും എന്ന സിനിമയെക്കാട്ടിലും, അല്ലെങ്കിൽ ആ സിനിമയോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന വലിയൊരു വിജയം ബിലാലിന് നേടാനായിട്ട് സാധിക്കും. ഇനിയും അദ്ദേഹത്തിന് നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ അടിപൊളി മൂവികൾ നമുക്കായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.